ഹായ് ഗ്ലാംസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള വിവരം ഏകദേശം തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതേ, ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. ഞാനും മമ്മിയും പിന്നെ എൻ്റെ ഹസ്ബൻഡും മോളും. മോൾക്ക് അവിടെ വന്ന് മുട്ടയടിക്കാനും പിന്നെ എനിക്കൊരു നേർച്ചക്കടം ബാക്കിയുണ്ടായിരുന്നു വേളാങ്കണ്ണി വന്ന് മുട്ടയടിക്കാന്നുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഏകദേശം 6 hours 23 minutes ജേർണി ഉണ്ടായിരുന്നു. പോകുന്ന വഴി എന്തായാലും പോണ്ടിച്ചേരി വഴി ഞങ്ങൾക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ, അതായത് ചെന്നൈ ടു വേളാങ്കണ്ണി. അവിടെ ജസ്റ്റ് പാസ് ചെയ്തെന്നല്ലാതെ ഞങ്ങൾ ഇറങ്ങി ഒന്നും കാണാനും നിന്നൊന്നുമില്ല. ഏകദേശം 2 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തി. പ്രീ ബുക്കൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവിടെ വന്നപ്പോൾ ഞങ്ങൾ എടുത്തൊരു റൂമാട്ടോ ഇത്. ഒരു ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം ഒന്നും റൂമിൽ നിന്ന് റെസ്റ്റ് എടുത്ത് ടൈമൊന്നും വേസ്റ്റ് ആക്കിയില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി. ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ പള്ളിയിൽ കുർബാന കാണാനൊക്കെ ആയിട്ട് ഞങ്ങൾ റെഡിയായി പോയി. എന്തായാലും മുട്ടയടിക്കലും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മുടിയൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ മുടിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മുടി അടുത്ത് വളർന്ന് വരുന്നത് വരെ. എൻ്റെ മോക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, തുള്ളിച്ചാട്ടവും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൾക്ക് റൂമിൽ. അങ്ങനെ ഞങ്ങൾ 3 പേരും റെഡിയായി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാട്ടോ പോയത്. വേളാങ്കണ്ണി വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എന്തുമാത്രം തിരക്കായിരിക്കും. പക്ഷേ ഞങ്ങൾ പോയത് ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ എന്തായാലും നല്ല ക്രൗഡായിരിക്കും, പക്ഷേ ഫ്രൈഡേ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പള്ളിയിലേക്കായിരുന്നു പോയത്. പള്ളിയിൽ ഒരു തമിഴ് കുർബാന ഉണ്ടായിരുന്നു. ആ തമിഴ് കുർബാന അറ്റൻഡ് ചെയ്ത് മുട്ടയടിക്കാൻ വേണ്ടി പോയി. റൂമിൽ നിന്ന് ഇറങ്ങി തുള്ളിച്ചാടി സന്തോഷിച്ച കുഞ്ഞിതാ ഇപ്പം നോക്കി കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മുട്ടയടിക്കാനൊക്കെ ആയിട്ട്. അവൾ ആദ്യം ഒട്ടും സഹകരിക്കുന്നൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുട്ടയടിച്ച് ഫുൾ കരച്ചിലായിരുന്നു, ത്രൂ ഔട്ട് കരച്ചിലായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം അവൾ കരച്ചിലായിരുന്നു. പിന്നെ കുറച്ചൊക്കെ അങ്ങ് മാറി പയ്യെ അതൊക്കെ ഒന്ന് അവളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക്, അവളുടെ പേടിയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്ക് അവൾ കരയുന്നതൊക്കെ അങ്ങ് നിർത്തി. അവൾ മമ്മീന്ന് വിളിച്ച് കിടന്ന് കരച്ചിലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇത്രയും ദൂരം വന്നത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ. കുഞ്ഞ് കരയുന്ന കാണുമ്പം എല്ലാവർക്കും ഒരു സങ്കടം കാണും. അത് ആർക്കായാലും ഉണ്ടാവുമല്ലോ അവരുടെ മക്കൾ കരയുന്നത് കാണുമ്പോഴത്തേക്ക്. ഒരു പകുതിയോളം മുട്ടയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ കുറച്ചൊക്കെ അങ്ങ് ഓക്കെ ആയി വന്നു. പിന്നെ വലിയ ബലമിടുത്തൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ട് നിങ്ങൾക്ക് എന്തായാലും തോന്നി, എനിക്ക് നമ്മുടെ ഷമാമ്പഴം ഉണ്ടല്ലോ, ഷമാമണ്ടേന്ന് ഇപ്പോൾ അവളെ ഞാൻ വിളിക്കുന്നത്, ആ ഒരു രീതിയിലുള്ള ഒരു പോലെയില്ല അവൾ മുട്ടയടിച്ചതിന് ശേഷം. അങ്ങനെ എങ്ങനെയൊക്കെയോ മുട്ടയടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ മുകളിൽ ലാസ്റ്റ് മുട്ടയടിച്ചിട്ടുള്ള രൂപം. ഇനി അടുത്തത് എൻ്റെ ടേൺ ആയിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിലെയും ആദ്യത്തെ മുട്ടയടിക്കുന്നത് കേട്ടോ ഇത്. ഞാൻ എൻ്റെ മുടി ഇതുവരെ മുട്ടയടിച്ചിട്ടില്ല, കുഞ്ഞ് ചെറുപ്പത്തിലും അടിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും മുട്ടയടിക്കുന്നത് പോലത്തെ നേർച്ച നേരരുത് എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നേർന്നു പോകും. മനുഷ്യരായാലും ദൈവത്തിലായാലും നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്തേക്കണം. ആരെയും വാക്ക് കൊടുത്ത് നമ്മൾ പറ്റിക്കാൻ പാടില്ല. എൻ്റെ മുടി 2ആയിട്ട് വകർന്ന് അയാളൊരു 2 റബ്ബർ ബാൻഡ് ഇട്ട് ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ മുടി കിട്ടില്ല അതുപോലെയൊക്കെ ലൈറ്റായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടാണ് എനിക്ക് മുട്ടയടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം മുട്ടയടിക്കുന്നതല്ലേ, അത് സ്വാഭാവികമായിട്ടും കാണും. ഇനി ഏകദേശം ഒരു 2 വർഷം 1.5 വർഷമൊക്കെ പിടിക്കും എൻ്റെ മുടിയൊക്കെ ഒന്ന് വളർന്നൊന്ന് പഴയ രീതിയിലേക്ക് ആവാനായിട്ട്. ഒരു 3/4 ഭാഗത്തോളം മുടി മുട്ടയടിച്ചതിൻ്റെ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വേളാങ്കണ്ണി പോകുന്നവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മുട്ടയടിക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കുറച്ചധികം സ്കാമുകളുണ്ട്. നമുക്കൊരു അമളി പറ്റിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. മുട്ടയടിച്ചതിന് ശേഷം ഞങ്ങൾ നേരിട്ട് റൂമിലേക്കാണ് വന്നത്. അവിടെ വന്ന് കുളിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു, കാരണം വെളുപ്പാങ്കലത്ത് എഴുന്നേറ്റതല്ലായിരുന്നോ. റെസ്റ്റൊക്കെ എടുത്ത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബീച്ചിലേക്ക് വന്ന് നമ്മളെടുത്ത റൂമിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു കേട്ടോ ബീച്ച്. അങ്ങനെ അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല തിരക്ക് കുറവായിരുന്നു. കാരണം വരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നവരായിരിക്കും. എന്താണെന്നറിയാം, നല്ല ജനത്തിരക്ക് കുറവുള്ള ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ ഇങ്ങനത്തെ മീനൊക്കെ വാങ്ങിച്ചു കഴിച്ചു. വീണ്ടും പള്ളിയിലേക്ക് ഞങ്ങൾ നടന്നു പോയി. ഏകദേശം എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിയാൻ പറ്റും വേളാങ്കണ്ണി തന്നെ 3-4-5 പള്ളികളുണ്ടെന്ന്. അപ്പോൾ ഈ കാണാൻ പോകുന്ന പള്ളിയാണ് മെയിൻ പള്ളി. അവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കുർബാനയൊക്കെ കണ്ട് വീണ്ടും അടുത്തുള്ള പള്ളിയിലേക്ക് പോയി വെഞ്ചരിച്ച വെള്ളവും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഒരു 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു. റൂം വെക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ ഒരു 6 hours 80 minutes കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.